വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതുണ്ടാക്കാൻ വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇതുണ്ടാക്കിയിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ടാണ്. ഞാനിവിടെ 400 ഗ്രാം ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല നേർത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. കനം കുറച്ച് അരിഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അരിഞ്ഞെടുത്തപാട് വെള്ളത്തിലിടാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. അതിനുശേഷം 2-3 പ്രാവശ്യം നല്ലപോലെ കഴുകി വെള്ളമൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കോൺഫ്ലോർ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നല്ല വറുത്ത ഫൈൻ ആയിട്ടുള്ള അരിപ്പൊടി ചേർത്താലും മതിയാകും. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. ഏകദേശം 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. എരിവിന് പാകത്തിന് 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും നല്ലൊരു കളർ കിട്ടാനായിട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഗാർലിക് പൗഡർ ആയിട്ടില്ലെങ്കിൽ വെളുത്തുള്ളി നന്നായിട്ട് ചതച്ച് ചേർത്താലും മതിയാകും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓനിയൻ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ വെള്ളമൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ഉരുളക്കിഴങ്ങിന് കുറച്ച് സമയം കഴിയുമ്പോൾ വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും. ഇതുപോലെ കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് ബൈൻഡിങ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കൂടെ കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിങ്ങനെ ബൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആ ഒരു പാകത്തിനായിരിക്കണം കൂട്ടുണ്ടാകേണ്ടത്. ഇത്രയും ആയാൽ മതി. ഇതിന് റെസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും. അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. എണ്ണ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇതുപോലെ നമുക്ക് മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് കനത്തിലല്ല, കട്ടി കുറഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഈസി ആയിട്ട് നമുക്ക് ക്രിസ്പി ആക്കി എടുക്കാൻ വേണ്ടി പറ്റുക. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ നോക്കൂ, നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം ഞാനിവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തിരിച്ച് മറിച്ചാക്കിയിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലൊരു ക്രിസ്പി ആകുന്നത് വരെ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കുക്കിംഗ് ടൈം ഒരല്പം കൂടുതലാണ്. കാരണം ഉരുളക്കിഴങ്ങൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ ഒരല്പം സമയം എടുക്കും. അപ്പോൾ തിരിച്ച് മറിച്ചാക്കി ഇട്ടിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ നോക്കൂ, നല്ല പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നല്ല പോലെ തന്നെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക. അത് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. പൊതുവേ ഉരുളക്കിഴങ്ങ് കുട്ടികൾക്ക് വളരെ ഇഷ്ടമായിട്ടുള്ളതാണ്. ഇതുപോലത്തെ സ്നാക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ വളരെ സന്തോഷത്തോടു കൂടി കഴിച്ചോളും. നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാകുക. അതിൻ്റെ നടുഭാഗത്ത് വരുമ്പോൾ മാത്രം ഒരല്പം സോഫ്റ്റ് ആയിരിക്കും. പുറമേയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാകുക. ഇത് നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് വെച്ചിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ക്രിസ്പിനെസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കടിച്ച് സൗണ്ട് കേൾപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നതെന്ന്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.